നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കറണ്ട് അഫെയർസ് പഠിക്കുകയല്ല, മറിച്ച് ഇത്രയും ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒരു പരീക്ഷയായിട്ട് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ ആകെ 50 ചോദ്യങ്ങളാണുള്ളത്. 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു പേപ്പറും പേനയും എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് ഈ ചോദ്യങ്ങളും അതിൻ്റെ ഓപ്ഷൻസും ഞാൻ വായിക്കും. അപ്പോൾ ശരിയായ ഓപ്ഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഏതോ അതൊന്ന് ഓപ്ഷൻസ് എഴുതി പോവുക. ഓപ്ഷൻ നമ്പർ മാത്രം എഴുതിയാൽ മതി. അങ്ങനെ എഴുതി 50 ചോദ്യങ്ങളും കഴിയുമ്പോൾ ഉത്തരങ്ങൾ ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രണ്ണം ശരിയായി എത്രണ്ണം തെറ്റി എന്ന് ഒന്ന് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ മാർക്ക് എത്രയാണോ അത് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങളുടെ നിലവാരം എത്രമാത്രമാണെന്ന് അറിയാനായിട്ട് സാധിക്കും. അടുത്ത ദിവസം തന്നെ നടക്കുന്ന CPO പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഇതൊരു ഉപകാരപ്രദമായ വീഡിയോ തന്നെയായിരിക്കും. നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന പോർഷൻസ് ഏതാണോ അതൊന്നുകൂടി ഒന്ന് വായിച്ചിട്ട് നാളെ പരീക്ഷയ്ക്ക് പോകാനൊക്കെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, അന്തരിച്ച മലയാള സാഹിത്യകാരി P. വത്സലയുടെ യാത്രാ വിവരണം ഏത്? ഓപ്ഷൻസ് A. ഹൈമവധഭൂവിൽ, B. യാത്രയുടെ അന്ത്യം, C. വേറിട്ടൊരു അമേരിക്ക, D. എൻ്റെ യാത്രകൾ. രണ്ടാമത്തെ ചോദ്യം, സിയാച്ചിൻ ഹിമാനിയിലെ ഓപ്പറേഷണൽ പോസ്റ്റിൽ നിയമിക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ മെഡിക്കൽ ഓഫീസർ ആര്? ഓപ്ഷൻസ് A. ഗീതിക കൗൾ, B. ഫാത്തിമ വസീം, C. പ്രീതി രജക്, D. ശിവ ചൗഹാൻ. മൂന്നാമത്തെ ചോദ്യം, കേരളത്തിലെ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാല ഏത്? ഓപ്ഷൻസ് A. കേരള കാർഷിക സർവകലാശാല, B. കേരള സർവകലാശാല, C. കേരള ആരോഗ്യ സർവകലാശാല, D. MG സർവകലാശാല. നാലാമത്തെ ചോദ്യം, 2026 വിന്റർ ഒളിമ്പിക്സ് വേദി എവിടെയാണ്? ഓപ്ഷൻസ് A. മിലാൻ കോർട്ടീന, B. ബ്രസൽസ്, C. അറ്റ്ലാന്റ, D. ലഡാക്ക്. അഞ്ചാമത്തെ ചോദ്യം, സഭ ലൈബ്രറി പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻസ് A. എസ് ഹരീഷ്, B. ശ്രീകുമാരൻ തമ്പി, C. എം മുകുന്ദൻ, D. ടി പത്മനാഭൻ. ആറാമത്തെ ചോദ്യം, കേരള കലാമണ്ഡലത്തിന്റെ വൈസ് ചാൻസലറായി നിയമിതനായത് ആര്? ഓപ്ഷൻസ് A. മല്ലിക സാരാഭായി, B. ബി അനന്തകൃഷ്ണൻ, C. കലാമണ്ഡലം ഗോപി, D. ഷോബി തിലകൻ. ഏഴാമത്തെ ചോദ്യം, രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആദ്യ ഓവറിൽ ഹാട്രിക് നേടിയ താരം ആര്? ഓപ്ഷൻസ് A. ജസ്പ്രീത് ബുംറ, B. മുഹമ്മദ് സിറാജ്, C. ജയദേവ് ഉനദ്കട്ട്, D. ഖലീൽ അഹമ്മദ്. എട്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ല ഏത്? ഓപ്ഷൻസ് A. തൃശൂർ, B. എറണാകുളം, C. കോഴിക്കോട്, D. കൊല്ലം. ഒൻപതാമത്തെ ചോദ്യം, 2023 നൊബേൽ സമ്മാന ജേതാവ് ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? ഓപ്ഷൻസ് A. അമേരിക്ക, B. നോർവേ, C. ബെൽജിയം, D. പോളണ്ട്. പത്താമത്തെ ചോദ്യം, 2024 ISROയുടെ ആദ്യ ബഹിരാകാശ ദൗത്യം ഏതാണ്? ഓപ്ഷൻസ് A. ആദിത്യ L1, B. ചന്ദ്രയാൻ 3, C. ഇൻസാറ്റ് 3DS, D. എക്സ്പോസാറ്റ്. 11ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വെച്ച് 2023 നടന്നത് G20 ഉച്ചകോടിയുടെ എത്രാമത് സമ്മേളനമാണ്? ഓപ്ഷൻസ് A. 18, B. 12, C. 8, D. 25. 12ാമത്തെ ചോദ്യം, ക്രിമിനൽ നിയമ ഭേദഗതി പ്രകാരം IPCക്ക് പകരം നിലവിൽ വരാൻ പോകുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻസ് A. 356, B. 511, C. 222, D. 432. 13ാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ അന്തരിച്ച ക്വിറ്റ് ഇന്ത്യ സമര പോരാളിയുടെ പേരെന്ത്? ഓപ്ഷൻസ് A. കേളപ്പൻ നായർ, B. കാർത്യാനി അമ്മ, C. കുഞ്ഞപ്പൻ, D. കെ ഉണ്ണീരി. 14ാമത്തെ ചോദ്യം, 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസിൽ കിരീട നേട്ടത്തിൽ റോഹൻ ബൊപ്പണ്ണയ്ക്കൊപ്പം പങ്കാളിയായതാര്? ഓപ്ഷൻസ് A. പ്രതീഷ് റായ്, B. മാത്യു എബ്ഡൻ, C. തോമസ് മുള്ളർ, D. മഹേഷ് ഭൂപതി. 15ാമത്തെ ചോദ്യം, 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ഓപ്ഷൻസ് A. 126, B. 161, C. 111, D. 98.
16ാമത്തെ ചോദ്യം, ഉപഗ്രഹ വിക്ഷേപണത്തിന് ഉപയോഗിക്കുന്ന റോക്കറ്റുകൾ ബഹിരാകാശ അവശിഷ്ടങ്ങളായി മാറുന്നത് തടയാൻ ISRO വികസിപ്പിച്ചെടുത്ത പുതിയ സാങ്കേതിക വിദ്യ. ഓപ്ഷൻസ്: എ നേത്ര, ബി പോയം, സി നിസാർ, ഡി നിരാമയ. 17ാമത്തെ ചോദ്യം, 2023 ജൂണിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിപ്പോയ ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ പുറപ്പെട്ട 5 യാത്രികരെ കാണാതായ പേടകം. ഓപ്ഷൻസ്: എ ഓഷ്യൻ ഗേറ്റ്, ബി പോളാർ പ്രിൻസ്, സി ഒസിരിസ് റെക്സ്, ഡി ടൈറ്റൻ. 18ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3ന്റെ ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ട ISROയുടെ ഡോക്യുമെന്ററി ഏത്? ഓപ്ഷൻസ്: എ സ്പേസ് ഓൺ വീൽസ്, ബി തിരങ്ക, സി ശിവശക്തി, ഡി നമോ ചന്ദ്ര. 19ാമത്തെ ചോദ്യം, സിക്കിൾ സെൽ അനീമിയ രോഗനിർണയത്തിനായി ഇന്ത്യയിൽ വികസിപ്പിച്ച സ്ട്രിപ്പ് അധിഷ്ഠിത ടെസ്റ്റിംഗ് കിറ്റ് ഏത്? ഓപ്ഷൻസ്: എ ഇക്സ്ചിക്ക്, ബി സിക് ടെസ്റ്റർ, സി പത്തോ ക്യാച്ച്, ഡി ഡിഫൻഡർ. 20ാമത്തെ ചോദ്യം, ഡിജിറ്റലി പണം നൽകി ടിക്കറ്റുകൾ എടുക്കാൻ KSRTC ആരംഭിച്ച ആപ്ലിക്കേഷന്റെ പേരെന്ത്? ഓപ്ഷൻസ്: എ എം ടിക്കറ്റ്, ബി എൻ്റെ KSRTC, സി യാത്ര, ഡി ചലോ. 21ാമത്തെ ചോദ്യം, 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ജൂറി ചെയർമാൻ ആര്? ഓപ്ഷൻസ്: എ ഗൗതം ഘോഷ്, ബി പരീക്ഷിത് സാനി, സി പ്രേം ചോപ്ര, ഡി നീന ഗുപ്ത. 22ാമത്തെ ചോദ്യം, രക്ഷിതാക്കൾക്ക് സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏത്? ഓപ്ഷൻസ്: എ ചലോ, ബി സുരക്ഷായനം, സി വിദ്യാവാഹൻ, ഡി സ്കൂൾ യാത്ര. 23ാമത്തെ ചോദ്യം, 2024-33 ഐക്യരാഷ്ട്രസഭ എന്ത് ദശകമായിട്ടാണ് ആചരിക്കുന്നത്? ഓപ്ഷൻസ്: എ ഹിമാനി ദശകം, ബി സുസ്ഥിര വികസന ദശകം, സി സാഹോദര്യ ദശകം, ഡി കുടുംബ ദശകം. 24ാമത്തെ ചോദ്യം, 2023 ഓടക്കുഴൽ പുരസ്കാര നേട്ടത്തിന് PN ഗോപികൃഷ്ണനെ അർഹനാക്കിയ കൃതി ഏത്? ഓപ്ഷൻസ്: എ കവിത മാംസഭോജിയാണ്, ബി മായാവർണ്ണങ്ങൾ, സി പ്രാണവായു, ഡി അടിയാളപ്രേതം. 25ാമത്തെ ചോദ്യം, ഈയിടെ പ്രസിദ്ധീകരിച്ച മുൻ കേരള ധനമന്ത്രി KM മാണിയുടെ ആത്മകഥ ഏത്? ഓപ്ഷൻസ്: എ രേഖകൾ, ബി കാലം സാക്ഷി, സി ആത്മകഥ, ഡി എൻ്റെ കഥയില്ലായ്മ. 26ാമത്തെ ചോദ്യം, 2023 ICC ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻസ്: എ രോഹിത് ശർമ്മ, ബി പാറ്റ് കമ്മിൻസ്, സി ബാബർ അസം, ഡി വിരാട് കോഹ്ലി. 27ാമത്തെ ചോദ്യം, ഈയിടെ വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത പൈലറ്റില്ലാ ചെറു വിമാനമേത്? ഓപ്ഷൻസ്: എ തമസ്, ബി സദസ്, സി തപസ്, ഡി തക്ഷസ്. 28ാമത്തെ ചോദ്യം, 2023 71ാമത് മിസ് വേൾഡ് ആര്? ഓപ്ഷൻസ്: എ ക്രിസ്റ്റീന സൈക്കോവ, ബി കരോലിന ബിലാവിസ്ക, സി ആർബോണി ഗബ്രിയേൽ, ഡി ഷൈനിസ് പലോസിയോസ. 29ാമത്തെ ചോദ്യം, IIT മദ്രാസിന്റെ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ച വിദേശ രാജ്യമേത്? ഓപ്ഷൻസ്: എ ടാൻസാനിയ, ബി അമേരിക്ക, സി ഈജിപ്ത്, ഡി UAE. 30ാമത്തെ ചോദ്യം, ഈയിടെ പ്രസിദ്ധീകരിച്ച വാമൻ വൃക്ഷകല ആരുടെ കൃതിയാണ്? ഓപ്ഷൻസ്: എ സലീം കുമാർ, ബി PS രാജൻ, സി കുമ്മനം രാജശേഖരൻ, ഡി PS ശ്രീധരൻ പിള്ള. 31ാമത്തെ ചോദ്യം, 65ാമത്തെ സംസ്ഥാന സ്കൂൾ ഗെയിംസിന്റെ വേദി എവിടെ? ഓപ്ഷൻസ്: എ പാലക്കാട്, ബി കൊല്ലം, സി കണ്ണൂർ, ഡി തൃശൂർ. 32ാമത്തെ ചോദ്യം, ഈയിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അഖോര അഗർത്തല റെയിൽ ലിങ്ക് ഇന്ത്യയെ ഏത് രാജ്യവുമായി ബന്ധിപ്പിക്കുന്നതാണ്? ഓപ്ഷൻസ്: എ ബംഗ്ലാദേശ്, ബി നേപ്പാൾ, സി ഭൂട്ടാൻ, ഡി മ്യാൻമാർ. 33ാമത്തെ ചോദ്യം, ഈയിടെ നോറോ വൈറസ് ബാധ സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻസ്: എ തൃശൂർ, ബി പാലക്കാട്, സി കൊല്ലം, ഡി എറണാകുളം.
34ാമത് ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഏത്? ഓപ്ഷൻസ് എ ഐരാവത്, ബി എലാൻഡ്ര, സി ഇവ, ഡി എറ. 35ാമത്തെ ചോദ്യം, ഇന്ത്യൻ സീനിയർ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായി നിയമിതനായത് ആര്? ഓപ്ഷൻസ് എ റോജർ ബിന്നി, ബി അജിത് അഗാർക്കർ, സി ഗൗതം ഗംഭീർ, ഡി ജവഗൽ ശ്രീനാഥ്. 36ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഗ്യാസിഫിക്കേഷൻ വളം പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെ? ഓപ്ഷൻസ് എ താരാപൂർ, ബി ജാദുഗഡ്, സി കൈഗ, ഡി താൽച്ചർ. 37ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസ് ഏത്? ഓപ്ഷൻസ് എ ഗംഗാവിലാസ്, ബി കോസ്റ്റ സെറീന, സി ഐക്കൺ ഓഫ് ദ സീസ്, ഡി ബറാക്കുഡ. 38ാമത്തെ ചോദ്യം, തേനീച്ചകൾക്കായി വാക്സിൻ പുറത്തിറക്കിയ ആദ്യ രാജ്യമേത്? ഓപ്ഷൻസ് എ റഷ്യ, ബി അമേരിക്ക, സി ഇന്ത്യ, ഡി ചൈന. 39ാമത്തെ ചോദ്യം, 2024 ലോറസ് പുരസ്കാരം നേടിയത് ആര്? ഓപ്ഷൻസ് എ റൊണാൾഡോ, ബി മെസ്സി, സി ജോക്കോവിച്ച്, ഡി സച്ചിൻ. 40ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാവികസേന മേധാവിയുടെ പേരെന്ത്? ഓപ്ഷൻസ് എ ആർ ഹരികുമാർ, ബി വി ആർ ചൗധരി, സി അനിൽ ചൗഹാൻ, ഡി ഡി കെ ത്രിപാഠി. 41ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ബയോഡൈവേഴ്സിറ്റി അറ്റ്ലസ് തയ്യാറാക്കിയ സംസ്ഥാനമേത്? ഓപ്ഷൻസ് എ ഗോവ, ബി കേരളം, സി മഹാരാഷ്ട്ര, ഡി കർണാടക. 42ാമത്തെ ചോദ്യം, ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ടീമിൽ അംഗമായിരുന്ന മലയാളിയുടെ പേര്? ഓപ്ഷൻസ് എ എസ് സജിന, ബി മിന്നു മണി, സി ക്രിസ്റ്റീന ജോൺ, ഡി എം ഫാത്തിമി. 43ാമത്തെ ചോദ്യം, 109ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി? ഓപ്ഷൻസ് എ നാഗ്പൂർ, ബി കോയമ്പത്തൂർ, സി ജലന്ധർ, ഡി നാസിക്. 44ാമത്തെ ചോദ്യം, ഈയിടെ ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകാൻ തീരുമാനിച്ച രാജ്യമേത്? ഓപ്ഷൻസ് എ ഫ്രാൻസ്, ബി ജർമ്മനി, സി ക്രൊയേഷ്യ, ഡി സ്വീഡൻ. 45ാമത്തെ ചോദ്യം, PSLVയുടെ എത്രാമത്തെ ദൗത്യമായിരുന്നു ആദിത്യ L1? ഓപ്ഷൻസ് എ 57, ഡി ബി 58, സി 59, ഡി 60. 46ാമത്തെ ചോദ്യം, വളർത്തുമൃഗങ്ങൾക്ക് അടിയന്തര ചികിത്സ വീട്ടിൽ ലഭ്യമാക്കുന്നതിനുള്ള ടോൾ ഫ്രീ നമ്പർ ഏത്? ഓപ്ഷൻസ് എ 1962, ബി 198, സി 14567, ഡി 1092. 47ാമത്തെ ചോദ്യം, 2023 തകർന്നു വീണ ചൊളിമ്മ 1 എന്ന ഉപഗ്രഹ വിക്ഷേപണ റോക്കറ്റ് ഏത് രാജ്യത്തിൻ്റെതാണ്? ഓപ്ഷൻസ് എ ഉത്തര കൊറിയ, ബി ദക്ഷിണ കൊറിയ, സി ചൈന, ഡി ജപ്പാൻ. 48ാമത്തെ ചോദ്യം, 2023 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയമെന്ത്? ഓപ്ഷൻസ് എ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, ബി ലാൻഡ് റീസ്റ്റോറേഷൻ, സി വൺ എർത്ത്, ഡി വാട്ടർ ഈസ് ലൈഫ്. 49ാമത്തെ ചോദ്യം, 2022-27 വർഷത്തിൽ കേരളത്തിൽ എത്രാമത് പഞ്ചവത്സര പദ്ധതിയാണ് നടപ്പാക്കുന്നത്? ഓപ്ഷൻസ് എ 12, ബി 14, സി 10, ഡി 11. 50ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ എസ്കലേറ്റർ നിലവിൽ വന്നതെവിടെ? ഓപ്ഷൻസ് എ മുംബൈ, ബി ചെന്നൈ, സി ലഡാക്ക്, ഡി ന്യൂഡൽഹി. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഈ 50 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും മാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അഥവാ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് മിസ്സായിട്ടുണ്ടെങ്കിൽ ഒന്ന് പുറമോട്ട് പോയി അതൊന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നോക്കി ആൻസർ മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ പഠനങ്ങൾ മുഴുവനും ഈ ചാനൽ വഴിയും അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാമിലെ CA പോയിൻ്റർ, CA സോൺ എന്നിങ്ങനെ പറയുന്ന ഒരു ഗ്രൂപ്പും ചാനലും ടെലിഗ്രാം ചാനലും വഴിയാണ് നടക്കുന്നത്. അവിടെ കൃത്യമായ റിവിഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫെയർസിൻ്റെ PDF ഒക്കെ സൗജന്യമായിട്ട് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ CA പോയിൻ്റർ എന്ന ടെലിഗ്രാമിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോഗോയിലുള്ള നമ്മുടെ ഗ്രൂപ്പും ചാനലും കാണാം. അതിൽ ജോയിൻ ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങളുടെ 50 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളൊന്ന് നോക്കാം. നിങ്ങൾ ആ ഉത്തരങ്ങൾ മാർക്ക് ചെയ്തത് ശരിയാണോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, വേറിട്ടൊരു അമേരിക്ക. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, ഫാത്തിമ വസീം. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, കേരള കാർഷിക സർവകലാശാല. 4ൻ്റെ ഉത്തരം ഓപ്ഷൻ എ, മിലാൻ കോർട്ടീന. 5ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, ടി പത്മനാഭൻ. 6 ഓപ്ഷൻ ബി, ബി അനന്തകൃഷ്ണൻ. 7 ഓപ്ഷൻ സി, ജയ്ദേവ് ഉനദ്ഘട്ട്. 8 ഓപ്ഷൻ എ, തൃശൂർ. 9 ഓപ്ഷൻ ബി, നോർവേ. 10 ഓപ്ഷൻ ഡി, എക്സ്പോസാറ്റ്. 11 ഓപ്ഷൻ എ, 18. 12 ഓപ്ഷൻ എ, 356. 13 ഓപ്ഷൻ ഡി, കെ ഉണ്ണീരി. 14 ഓപ്ഷൻ ബി, മാത്യു എബ്ഡൻ. 15 ഓപ്ഷൻ സി, 111. 16 ഓപ്ഷൻ ബി, പോയം. 17 ഓപ്ഷൻ ഡി, ടൈറ്റൻ. 18 ഓപ്ഷൻ എ, സ്പേസ് ഓൺ വീൽസ്. 19 ഓപ്ഷൻ സി, പതോ ക്യാച്ച്. 20 ഓപ്ഷൻ ഡി, ചലോ. 21 ഓപ്ഷൻ എ, ഗൗതം ഘോഷ്. 22 ഓപ്ഷൻ സി, വിദ്യാവാഹൻ. 23 ഓപ്ഷൻ ബി, സുസ്ഥിര വികസന ദശകം. 24 ഓപ്ഷൻ എ, കവിത മാംസഭോജിയാണ്. 25 ഓപ്ഷൻ സി, ആത്മകഥ. 26 ഓപ്ഷൻ ബി, പാറ്റ് കമ്മിൻസ്. 27 ഓപ്ഷൻ സി, തപസ്. 28 ഓപ്ഷൻ എ, ക്രിസ്റ്റീന സൈക്കോവ. 29 ഓപ്ഷൻ എ, ടാൻസാനിയ. 30 ഓപ്ഷൻ ഡി, PS ശ്രീധരൻപിള്ള. 31 ഓപ്ഷൻ സി, കണ്ണൂര്. 32 ഓപ്ഷൻ എ, ബംഗ്ലാദേശ്. 33 ഓപ്ഷൻ ഡി, എറണാകുളം. 34 ഓപ്ഷൻ സി, ഇവ. 35 ഓപ്ഷൻ ബി, അജിത് അഗാർക്കർ. 36 ഓപ്ഷൻ ഡി, താൽച്ചർ. 37 ഓപ്ഷൻ എ, ഗംഗാവിലാസ്. 38 ഓപ്ഷൻ ബി, അമേരിക്ക. 39 ഓപ്ഷൻ സി, ജോക്കോവിച്ച്. 40 ഓപ്ഷൻ ഡി, DK ത്രിപാഠി. 41 ഓപ്ഷൻ എ, ഗോവ. 42 ഓപ്ഷൻ ബി, മിന്നുമണി. 43 ഓപ്ഷൻ സി, ജലന്ധർ. 44 ഓപ്ഷൻ എ, ഫ്രാൻസ്. 45 ഓപ്ഷൻ സി, 59. 46 ഓപ്ഷൻ എ, 1962. 47 ഓപ്ഷൻ എ, ഉത്തര കൊറിയ. 48 ഓപ്ഷൻ എ, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 49 ഓപ്ഷൻ ബി, 14. 50 ഓപ്ഷൻ എ, മുംബൈ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഈ ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം ഒന്ന് മാർക്ക് ചെയ്തത് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. PSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് നൽകുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനലിലെ കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.